ചോറൂണൊക്കെ വേണ്ടി ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കലും കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ണിയുടെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഇനി നമ്മൾ ചിലപ്പോൾ അടുത്ത കൊല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അല്ലേ. ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. വീഡിയോ എടുക്കുന്നത് ഞാനായതുകൊണ്ട് എന്റെ ക്ലിപ്പ് മാത്രം എവിടെയും കിട്ടിയിട്ടില്ല. ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ തന്നെ സാരി കൊടുത്ത് പോയിട്ട് ഒരു വട്ടെങ്കിലും എന്നെ കൂടി കാണിക്കണ്ടേ. അപ്പൊ ഞാനും എടുത്തൊരു ചെറിയൊരു ക്ലിപ്പ്. എങ്ങനെയുണ്ട് സാരി? ഇതൊക്കെ കഴിഞ്ഞിട്ടാട്ടെ ഞങ്ങൾ പ്രസാദം കഴിക്കാൻ പോയത്. പയറും തേങ്ങാക്കുത്തും ചായ ഞാൻ കഴിച്ചില്ല, പക്ഷെ ഇത് തന്നെ ധാരാളം. തിരിച്ചു പോരാൻ നേരത്തെ ഉണ്ണിക്ക് കുറച്ച് വീട്ടിൽ കളിക്കാൻ വേണ്ടി കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കാൻ കയറിയിട്ട് അപ്പൊ അവിടെ ഒരു കടയിൽ ഇങ്ങനെ കുപ്പിവളകൾ നിരത്തി വെച്ചത് കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു സ്ഥലത്ത് കയറിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പത്തലും ബീഫൊക്കെ കഴിക്കണം. എന്തുകൊണ്ട് മുന്നേ ട്രൈ ചെയ്തില്ല എന്ന് ഞാൻ ഇപ്പൊ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തു. അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ജിഷ്ണു ഒരു ബീച്ചിൽ കൊണ്ടുപോയിട്ടോ. കാറൊക്കെ റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ബീച്ചാന്നാ പറഞ്ഞത്. പക്ഷെ വെള്ളം കൂടുതലുള്ള കാരണം കരയിലേക്ക് തിര കയറിയിട്ടുണ്ട്. അത് കാരണം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ബീച്ചൊക്കെ കണ്ടു, ഉണ്ണിയും ബീച്ചൊക്കെ കാണിച്ചു കേട്ടോ. അങ്ങനെ ഉച്ച നേരമായിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് തുറക്കൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് തപ്പുകയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ തീരുമാനിച്ചു നമ്മൾ കോഴിക്കോടുള്ള റഹ്മത്ത് ബിരിയാണി സെന്ററിൽ തന്നെ പോകാമെന്ന്. വിനീത് ശ്രീനിവാസൻ പറഞ്ഞ് ഹിറ്റാക്കിയപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് ഒരു വട്ടെങ്കിലും അവിടെ പോയിട്ട് എന്തായാലും ഫുഡ് കഴിക്കണമെന്ന്. ആ ഒരു ആഗ്രഹം കൂടി നടന്നു. റെസ്റ്റോറന്റും കഴിഞ്ഞ് കുറച്ച് ദൂരെയാണ് കാർ പാർക്കിംഗ് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് തൊട്ട് ഞങ്ങൾ ഇതുവരെ നടക്കുകയാണ് ചെയ്ത്. അവിടെ നിന്ന് ഓട്ടോ സർവീസ് ഉണ്ട്. അവരുടെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ ഉണ്ണിനെ എടുത്ത് അങ്ങ് നടന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ദം ബിരിയാണി, ബീഫ് ദം ബിരിയാണി, മട്ടൻ ദം ബിരിയാണി, ഒരു ചിക്കൻ 65 കൂടി ഓർഡർ ചെയ്തു. നല്ലൊരു ഒത്തന്റിക് ദം ബിരിയാണി കഴിച്ചപ്പോൾ നല്ല സന്തോഷമായി ഗൈസ്. അപ്പോൾ ഞാൻ ആ പ്ലേറ്റ് കംപ്ലീറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തു കേട്ടോ. കൂടെ ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടി കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വിട പറഞ്ഞു ഗൈസ്. ഇനി നിങ്ങൾ ആരെങ്കിലും കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയൊരു ബിരിയാണി കഴിച്ചേ പറ്റൂ. അത്രയും മസ്റ്റ് ട്രൈ ആണ്. തിരിച്ച് നമ്മൾ നമ്മുടെ നാടെത്തി. ഇതാണ് വെള്ളയങ്കാല് പാലം. അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഈവനിങ് ടൈം ആയപ്പോൾ ഉണ്ണിയുടെ ഒരു വീഡിയോ എടുത്താണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് കാണാൻ. കുറച്ചേരം അവിടെ എത്തിയിട്ട് കുറച്ച് ഉപ്പിലിട്ടതും ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ നമ്മുടെ കണ്ണൂർ യാത്ര ഇവിടെ തീരുകയാണ്. പാർട്ട് 1 ഉം 2 ഒന്നും കാണാത്തവരാണെങ്കിൽ എന്തായാലും ചാനലിൽ കയറി കാണണം കേട്ടോ. അപ്പോൾ ബൈ, പുതിയ വീഡിയോ ആയിട്ട് കാണാം.